ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സുകൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഡിസംബർ 4 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നവംബർ 1 തീയതി മുതൽ ഡിസംബർ 4 വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റിൽ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 5, 6 തീയതികളിലെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഡിസംബർ 5 ഒരു പ്രത്യേകത ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5 ഈ വർഷത്തെ പ്രമേയം മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം. അതുപോലെ ഈ ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് തായ്ലാൻഡ്. പ്രത്യേകം നോട്ട് ചെയ്തോണം, അടുത്തിടെ പരീക്ഷകളിൽ ചിലപ്പോൾ കടന്നു വരാറുണ്ട് ആതിഥേയ രാജ്യങ്ങളുടെ പേര്. അപ്പോൾ ലോക മണ്ണ് ദിനം ഡിസംബർ 5 ഈ വർഷത്തെ ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണേത്? തായ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5. ഇനി നമുക്ക് അടുത്തൊരു സ്പേസ് ഏജൻസിയുടെ ഒരു ദൗത്യം നോക്കാം. പ്രോബ 3 ദൗത്യം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ദൗത്യമാണ് പ്രോബ 3 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ പ്രോബ 3 ദൗത്യം വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ദൗത്യം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. ഇതിന്റെ വിക്ഷേപണ വാഹനം ISROയുടെ PSLV C-59 ആണ് ഈ പ്രോബ 3യുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സൂര്യാന്തരീക്ഷത്തിലെ ചൂടേറിയതും ഏറ്റവും പുറമെയുള്ളതുമായ സോളാർ കൊറോണയെ പറ്റി പഠിക്കുക, അതുപോലെ സൗരവാതം, ബഹിരാകാശ കാലാവസ്ഥ ഇവയൊക്കെ നിരീക്ഷിക്കുക. ഇതൊക്കെയാണ് ഈ പ്രോബ 3യുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ 3 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ISROയുടെ PSLV C-59. അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. വിക്ഷേപണ വാഹനം PSLV C-59. 2001 പ്രോബ 1ഉം 2009 പ്രോബ 2ഉം മുമ്പ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രോബ 3 ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കടുവാ സങ്കേതം പരിചയപ്പെടാം. ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതമാണ് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല. അത് ഛത്തീസ്ഗഡിലാണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതുപോലെ 57ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ രാധാബാനിയാണ് ഇന്ത്യയിലെ 57ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ 2 കടുവാ സങ്കേതങ്ങളാണ് നിലവിൽ വന്നത്. ഒന്ന് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല ഛത്തീസ്ഗഡിലും, അതുപോലെ രാധാബാനി കടുവാ സങ്കേതം മധ്യപ്രദേശിലും. നോട്ട് ചെയ്തോളാം. അതുപോലെ എല്ലാ ഗ്രാമങ്ങളിലും, അതായത് ഗ്രാമപഞ്ചായത്തുകളിലും ഗോത്രമേഖലകളിലും ബ്രോഡ്ബാൻഡ് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഭാരത് നെറ്റ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഗോത്രമേഖലകളിലും ബ്രോഡ്ബാൻഡ് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണേത്? ഭാരത് നെറ്റ് എന്ന് പറയുന്നത്. ഭാരത് നെറ്റ് പദ്ധതി എല്ലാ ഗ്രാമങ്ങളിലും ഗോത്രമേഖലകളിൽ എന്ത് ചെയ്യുക? ബ്രോഡ്ബാൻഡ് സംവിധാനം എത്തിക്കുക എന്നതാണ് ഭാരത് നെറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി പുതുതായി വന്ന മുഖ്യമന്ത്രിയെ പരിചയപ്പെടാം. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫട്നാവിസ്. 3ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ഓക്കെ, ഇനി 2 മരച്ചീനി വിളകളെ പരിചയപ്പെടാം. ശ്രീ അന്നവും ശ്രീമന്ന എന്നിങ്ങനെ പുതിയ മരച്ചീനി വിളകൾ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ 2 പുതിയ മരച്ചീനി വിളകളുടെ പേരാണ് ശ്രീ അന്നം, ശ്രീമന്ന. ഓക്കെ, എവിടെയെന്നറിയാമോ? കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളെ പറ്റി. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2 മരച്ചീനി വിളകൾ ശ്രീ അന്നവും ശ്രീമന്നയും. ഓക്കെ, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ 2 പുതിയ മരച്ചീനി വിളകളുടെ പേരാണ് ശ്രീ അന്നം, ശ്രീമന്ന. ഓക്കെ, ഇനി
RBI പറ്റിയിട്ടുള്ള വാർത്തയാണ്. അടിസ്ഥാന ബാങ്കിങ് നിരക്കുകളിൽ ഇത്തവണ നടന്ന RBI മീറ്റിംഗിൽ എന്ത് നടത്തില്ല? റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. നിലവിൽ റിപ്പോ നിരക്ക് 6.5% തന്നെ തുടരും. പ്രത്യേകം നോട്ട് ചെയ്തോളം, നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഉൾപ്പെടുത്തി ചോദിക്കാവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. അപ്പോൾ ഇത്തവണയും റിപ്പോ നിരക്കിലൊന്നും മാറ്റമില്ല, 6.5%ആണെന്നാണ് RBI പ്രഖ്യാപിച്ചത്. ഓക്കെ, RBI ദ്വൈമാസ നയം പ്രഖ്യാപിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ പ്രഖ്യാപിച്ചിരുന്ന റിപ്പോ നിരക്കിൽ മാറ്റമില്ല, 6.5%. എന്നാൽ കരുതൽ ധനാനുപാതം CRR എന്ന് പറയും. കരുതൽ ധനാനുപാതം ഇത് 4.5%-ൽ നിന്ന് 4%-ആയി കുറച്ചു. നോട്ട് ചെയ്തോളൂ, CRR എത്ര ശതമാനമായി കുറച്ചു? 4.5%-ൽ നിന്ന് 4%-ആയി കുറച്ചു. അതായത് മൊത്തം നിക്ഷേപത്തിന് ആനുപാതികമായി ബാങ്കുകൾ നിർബന്ധമായും റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു തുകയാണ് എന്ന് പറയുക CRR എന്ന് പറയുന്നത്. ആണ് കരുതൽ ധനാനുപാതം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4.5%-ൽ നിന്ന് എത്രയായിട്ട് കുറച്ചു? 4%-ആയിട്ട് കുറച്ചു. അപ്പോൾ നിലവിലെ റിപ്പോ നിരക്ക് 6.5%, നിലവിലെ CRR എത്രയാണ്? 4%. ഓക്കെ, അപ്പോൾ 4.5%-ൽ നിന്ന് എത്രയായിട്ട് കുറച്ചു? 4%-ആയി കുറച്ചു. അപ്പോൾ നോട്ട് ചെയ്തോളൂ. ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട്. ഏത് വാക്ക്? ബ്രെയിൻ റോട്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രെയിൻ റോട്ട്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിൻ്റെ ഒക്കെ അമിതമായ ഉപയോഗം മൂലം മാനസികമായും ഭൗതികമായും നമ്മുടെ മാനസിക ശേഷിയിലൊക്കെ ഉണ്ടായ ഒരു ഇടിവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? ബ്രെയിൻ റോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബർ 5, 6 തീയതികളിലെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നോക്കിയത്. അപ്പോൾ ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5 ഈ വർഷം ആദ്യത്തെ വഹിക്കുന്ന രാജ്യം തായ്ലൻഡാണ്. പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏത് ദൗത്യമാണ്? പ്രോബ 3 ദൗത്യം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ പുതിയ 2 കടുവാ സങ്കേതങ്ങൾ, ഛത്തീസ്ഗഡിലെ ഗുരു ഘാസിദാസ് താമോർ പിംഗ്ലയും മധ്യപ്രദേശിലെ രാധാബാനി കടുവാ സങ്കേതവും 56-മതും 57-മതുമായിട്ട് നിലവിൽ വന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഭാരത് നെറ്റ് പദ്ധതി, എല്ലാ ഗ്രാമങ്ങളിലും ബ്രോഡ്ബാൻഡ് എത്തിക്കുന്ന ഭാരത സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ്. അതുപോലെ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. പിന്നെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ 2 മരച്ചീനി വിളകൾ ശ്രീ അന്നവും ശ്രീമന്യയും. അതുപോലെ റിപ്പോ നിരക്ക് 6.5%, CRR 4%. പിന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതാണ്? ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. എപ്പോഴും പറയാറുള്ള പോലെ എഴുതി പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷനിലെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, പുതിയ ബാച്ചുകൾ ഡിസംബർ 16 മുതൽ തുടങ്ങുന്നതായിരിക്കും. രാവിലെ 6 മണി, രാത്രി 9 മണി. ഓക്കെ, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ഇനി ഒരു ഡിസംബർ 2nd വീക്ക് കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങും. ഒരു 20-ാം തീയതിക്ക് ശേഷം നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അത് രാത്രി 8 മണി മുതലാണ്. ഓക്കെ, കോഴ്സുകളിലൊക്കെ ചേരാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാം. നമ്മൾ ഓരോ ബാച്ചിലും 20 മുതൽ 25 പേര് വരെ മാത്രമേ നമ്മൾ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. കാരണം ലൈവ് ക്ലാസ് ആണ്. ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതണം, മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് ഇടണം. അപ്പം നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കണമെങ്കിൽ വളരെ കുറച്ച് എണ്ണം ആൾക്കാരാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. ഓക്കെ, അപ്പോൾ നോട്ട് ഉൾപ്പെടെ എഴുതി കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വീട്ടമ്മമാർക്കും പിന്നെ മറ്റ് പ്രൈവറ്റിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും വളരെ ഉപകാരപ്രദമായ കോഴ്സാണ് ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. നമ്മൾ ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യനും ഇതിലൂടെ ലഭ്യമാക്കുക എന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അതിന് പരീക്ഷകൾ ഇനി അടുക്കും തോറും അതിനകത്ത് വന്നോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ ഗെയിൻ നോളജ് മിഷനിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകളെല്ലാം അത് മുഖേനയായിരിക്കും കൊടുക്കുക. അതിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റാത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചാനലിലൂടെ ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഈ ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതിലൂടെയുള്ള എല്ലാ കണ്ടൻറ്റുകളും മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നമ്മൾ സിലബസിൽ ഊന്നിയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ഇതിലൂടെ നൽകി വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കഴിഞ്ഞ LDC പരീക്ഷകളിലെല്ലാം നമ്മൾ കൊടുത്ത കറണ്ട് അഫയേഴ്സുകളൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തീർച്ചയായിട്ടും ഇതും പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നവംബർ മുതൽ 2025-26 പരീക്ഷകൾക്ക് വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന. ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാതെ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ അപ്ഡേറ്റ് ചെയ്ത എല്ലാ കറണ്ട് അഫയേഴ്സുകളും അതിനകത്ത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
കൃത്യമായിട്ട് അത് നവംബർ 1-ാം തീയതി മുതൽ തന്നെ ഫോളോ ചെയ്ത് വരിക. നവംബർ 29, 30 നവംബറിലെ ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഏറ്റവും ലാസ്റ്റായിട്ട് ആ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാൻ 30 ദിവസം കണ്ടിട്ടുള്ളവരെന്ത് ചെയ്യുക, അതിൽ കയറിയിട്ട് ആ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് നമുക്ക് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് വായിച്ച് കണ്ടുപോകാനാണ് അങ്ങ് പോകും, പക്ഷേ അതൊന്ന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ. അപ്പോൾ അതും ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്